രാവിലെ എണീറ്റ് കുളിച്ചുടനെ അമ്പലത്തിൽ പോയി വന്നൊരു ദിവസം തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡ്സ് മാത്രമേ ആ കാര്യം നടക്കാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ സ്കൂളും ഓഫീസൊക്കെ ഉള്ള കാരണം രാവിലെ എണീറ്റ് ഉടനെ അമ്പലത്തിൽ പോകുക അങ്ങനത്തെ പരിപാടികൾ നടക്കില്ല. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ അതേ അമ്പലത്തിലൊക്കെ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. വെള്ളയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ വെള്ളയപ്പം ആക്ച്വലി ഇന്നലത്തെ വെള്ളയപ്പത്തിൻ്റെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതത്ര നല്ല അടിപൊളിയായിട്ട് മീൻസ് ആ ഒരു ഇന്നലെ ഉണ്ടാക്കി അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടില്ല. പക്ഷേ എന്നാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് തുടങ്ങാമെന്ന് വിചാരിച്ചു. നിത്തുക്കുട്ടി അവിടെ ഇരുന്ന് പഠിക്കുന്നത്. ഞങ്ങളെല്ലാവരും ദേ അമ്പലത്തിലൊക്കെ പോയി വന്ന് രാവിലെ സാറ്റർഡേ സൺഡേ പിന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി കുളിച്ച് നേരെ അമ്പലത്തിൽ പോയി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഫുൾ ഡേ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടിരിക്കും. അപ്പോൾ ഇന്ന് ഫുള്ള് കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ. എന്താണെന്നുള്ളതൊക്കെ ഇതാ വഴിയേ കാണാം. അല്ല തൈ അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും വേരോട് കൂടിയിട്ട് ഇതാണെങ്കിലോ. ഞങ്ങൾ ജൂണിൽ ഒരു മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ മാങ്ങകൾ. അപ്പോൾ അതിൽ മല്ലിക അല്ലേ, ഏറ്റവും മധുരമുള്ള മല്ലിക മാങ്ങ അണ്ടി ഞങ്ങളൊന്ന് കുഴിച്ചിട്ട് നോക്കി. നല്ല ടേസ്റ്റുള്ള മാങ്ങല്ലേ, ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളിയല്ലേ. ഇന്നിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കണ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. ഇതേ നമ്മുടെ മാവായിട്ടില്ല, ഐ മീൻ തൈ വന്നു. ഞങ്ങളിത് വിചാരിച്ചത് തൈ ആയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ കൊണ്ടുപോവാം എന്നാണ് അല്ലേ, നാട്ടിൽ കൊണ്ടുപോയി വെക്കാൻ. കാരണം ഇപ്പം ഇവിടെ ഇപ്പം എങ്ങനെയാലും അത് നമ്മൾ ഈ ചട്ടിയിൽ വെച്ചാലൊന്നും ഒരു മാവായിട്ട് മാങ്ങ ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നില്ല. അപ്പം നാട്ടിലാവുമ്പോൾ അതൊരു ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയാണ് മല്ലിക. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതിനി ഇവ എങ്ങനെ നാട്ടിലെത്തിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. തൈ ഉണ്ടായിട്ടോ, ഭയങ്കര ഒരു സന്തോഷമല്ലേ. ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷം. പക്ഷെ അങ്ങനെയാണെങ്കിൽ വേറൊരു ടേസ്റ്റുള്ള മാങ്ങയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ കുഴിച്ചിട്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ട്രയൽ നോക്കിയതാണ്. ഇനി അടുത്ത കൊല്ലം അപ്പോൾ നമുക്ക് നോക്കാം. ഞാനും വിചാരിച്ചിട്ടില്ല ഇതിങ്ങനെ ജസ്റ്റ് ചട്ടിയിൽ ഇങ്ങനെ പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചട്ടിയിൽ ഫുള്ള് വളവും അല്ലേ, നമ്മൾ വെറുതെ ഒരു കുഴിച്ചിടലല്ല, നിറയെ വളം ഉണ്ട്. കുറേ മറ്റേ ചെടിയുടെ ഇതും പിന്നെ രമേശേട്ട ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കും. അതൊക്കെ ആണോന്ന് അറിയില്ല, എന്തായാലും സാധനം ഉണ്ടായി. ആ അടിപൊളി. ഞങ്ങൾ ഭയങ്കര അത്ഭുതമായിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിന് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട്. ഇവിടെ ഇപ്പോൾ എവിടെ കൊണ്ടുവയ്ക്കും, ഇവിടെ ഇപ്പോൾ താഴെ റോട്ടിലെങ്ങാനും കുഴിച്ചിടേണ്ടി വരും. അപ്പോൾ വിചാരിച്ചു അതിനേക്കാളും നല്ലത് നാട്ടിൽ ഈ ഒരു മാവില്ല. ഇതിൻ്റെ ടേസ്റ്റ് ഇറങ്ങിയാൽ പിന്നെ നാട്ടിലുള്ളവർ വേറെ ഒരു മാങ്ങയും കഴിക്കില്ല. അത്ര ടേസ്റ്റാണ്. എന്താ പറയുക, വല്ല പഞ്ചസാര പാനിയിലിട്ട പോലത്തെ ടേസ്റ്റാണ്. അൽഫോൺസയ്ക്ക് പോലും ഈ ടേസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് നാട്ടിലേക്ക് എത്തിക്കണം. അങ്ങനെയെങ്കിൽ അടുത്ത പോലെ ഒരു 2-3 ടൈപ്പ് മാങ്ങകളും കൂടെ ഉണ്ട് എത്തിക്കാൻ. ഉണ്ടായ അടിപൊളിയല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫിഷ് വാങ്ങാം വീക്കെൻഡ്സിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ, അപ്പോൾ ഫിഷ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഹൽവയാണ് കേട്ടോ വാങ്ങിയത്. എൻ്റെ തൊണ്ടയ്ക്ക് എന്ത് പറ്റി. ഇവിടെ നമുക്കിങ്ങനെ ഈ ചെടികളൊക്കെ ഇല്ലേ, റോട്ടിലുള്ള ചെടികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നനയ്ക്കുക. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ അത് ഇന്നും ഫ്രഷ് ആയിരിക്കും. ഇപ്പോൾ പിന്നെ ഓൾറെഡി മഴക്കാലമായ കാരണം നല്ല കാട് പോലെയാണ് കിടക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു നഴ്സറിയാണ് നമ്മളെപ്പോഴും വരാറ് കേട്ടോ. ഇവിടെ എല്ലാ സെക്ടറിലും എന്ന് പറഞ്ഞ പോലെ നഴ്സറീസ് ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ചെടികളുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ നല്ല വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ പുതിയത് വന്നത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴൊന്നും ഇത്രയും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ചെടികളാണെങ്കിലും കാര്യങ്ങളും. അപ്പോൾ അതിൽ കുറേയൊക്കെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ചട്ടിയും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കിയിട്ട് ഈവനിങ് ആകുമ്പോഴേക്കും കൊണ്ടുവന്നേരും. അപ്പം നമുക്കധികം ബുദ്ധിമുട്ടില്ല, എല്ലാതും അവർ തന്നെ ചെയ്ത് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ കൊണ്ടുവന്നേരാറാണ് പതിവ്. ഫിഷും ചെടിയും ഒക്കെ വാങ്ങി ഇതേ വീക്കെൻഡ് കഴിയാറായത് ഉച്ചയായി കേട്ടോ. ഇന്നും കുറെ വാങ്ങിയില്ലേ നമ്മള്. ഇന്നാണ് ശരിക്കും വീട് മൊത്തം കാടായി എന്നുള്ള പോലെയാണ് അവസ്ഥ. പുറത്തേക്കുള്ളതാണ് നമ്മൾ ഇതുവരെ വാങ്ങിയത്. ബാൽക്കണിയിലേക്ക് നമ്മൾ ഒരു ബാൽക്കണിയിൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. കാരണം ബാൽക്കണി ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോ അല്ലേ, നമ്മൾ 2-3 വീക്സ് ഒക്കെ പുറത്ത് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. നല്ല പണിയല്ലേ ഇത്രയൊക്കെ വെക്കുകയെന്ന് പറഞ്ഞാലേ, നല്ല പണിയാണ്. അതെ, നമ്മൾ പോയി വരുമ്പോഴേക്കും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ നാശമായി പോവുക എന്നുള്ളത്. പുറത്താകുമ്പോൾ പിന്നെ നമുക്ക് ആരോടെങ്കിലും വന്നുകൊണ്ട് നനയ്ക്കാൻ പറയാം. അപ്പോൾ ഇന്നത്തെ പരിപാടി അതായിരുന്നു. എന്തായി ഇന്നത്തെ സ്പെഷ്യൽ? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? രമേശേട്ടന് ഇഷ്ടപ്പെട്ടത് വഴുതനങ്ങ. എന്താ ടേസ്റ്റ് അമ്മേ. ഈ സാധനം കണ്ടു കഴിഞ്ഞിട്ട് ഇത് മറ്റേ വഴുതന, അത് എനിക്കും ഇഷ്ടമല്ല. ഏതായാലും ആ കാറ്റഗറി എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര ടേസ്റ്റാ. പച്ച അതിങ്ങനെ എത്രയായാലും വഴുതനങ്ങ.
വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചിട്ടുള്ള ഈ പച്ച വഴുതനങ്ങ വെറും ചോറ് മതി. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണേ. നല്ല ടേസ്റ്റാണ് അത് ഇങ്ങനെ മൂപ്പിച്ചെടുത്താ. അപ്പൊ ഇന്ന് അത് അവർക്കുള്ള മിഥുനും രമേശേട്ടനും ഇന്നലത്തെ പയറുപ്പേരി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് വഴുതനങ്ങ ഉണ്ടാക്കാം. പിന്നെ ഇന്നലത്തെ ചോറും കുറേ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പോയിട്ട് നമ്മൾ പോയി വാങ്ങിയില്ലേ സുറുമല്ല, അത് ഹൽവ എന്ന് പറഞ്ഞാൽ ആവോലിയാണ് അയക്കറിയാണ്. അതൊക്കെ എന്നും കൺഫ്യൂഷനാണ്. അപ്പോൾ അത് നല്ല വറക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്തായാലും വറക്കാമെന്ന് വിചാരിച്ചു. അത് വറക്കാണ്ട് പിന്നെ വിചാരിച്ചു മോര് കറി ആക്കാം. ഇന്ന് മോര് കറി ആക്കാം. കാരണം ഇനിയിപ്പോൾ വെറുതെ ഒരു കൂട്ടാൻ വെറുതെ ഉണ്ടാക്കണ്ടല്ലോ. അപ്പം നല്ല മോര് കറി അത് ഉണ്ടാക്കാൻ പോകണല്ലോ കൂട്ടാം. അപ്പം ഇന്നലെ നമ്മൾ എന്താ പറയുക പ്രോൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു സ്പെഷ്യൽ എന്നല്ല, നമ്മുടെ പാരഗണിലെ ഫേമസ് ആയിട്ടുള്ള പ്രോൺസ് മാങ്ങാക്കറി ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇന്നലെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഞാൻ എപ്പോഴും വാങ്ങണ മീന് പ്രോൺസ് ആണ്. കാരണം അതാകുമ്പോ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഇതാകുമ്പോ വറക്കാറുണ്ടല്ലോ, വെച്ച പിന്നെ ആരും കഴിക്കില്ല. അപ്പൊ വറക്കാൻ അങ്ങനെ എണ്ണയിലെ വറക്കാറില്ല. അപ്പൊ ഇന്നത്തെ എന്തായാലും രണ്ടും കൽപ്പിച്ച് വാങ്ങി. അപ്പൊ ഇന്നലെ പ്രോൺസിന്റെ അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല, സക്സസ് അയച്ച ഷൂട്ട് ചെയ്താൽ മതി വിചാരിച്ചു. രക്ഷയിലെ മിഥുനൊക്കെ ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഇന്നലെ രാത്രിക്കും കൂടി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ആർക്കും വേണ്ട വെള്ളപ്പം ഉണ്ടായിരുന്നു. അപ്പൊ വെള്ളപ്പും ആ പ്രോൺസ് മാങ്ങാക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ചോറ് കുറേ ബാക്കിയായി, ഉപ്പേരിയും കുറേ ബാക്കിയായി. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇന്ന് അധികം പണിയില്ല. കാരണം നമ്മൾ ആ ചെടികളും ഇതൊക്കെ നോക്കി വന്നപ്പോൾ തന്നെ ഇപ്പൊ സമയം 1:40 എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 1 മണിയായി. അപ്പൊ ഇന്ന് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യുക, ഈ മോരൊന്ന് കാച്ചി എടുക്കുക, വേറെ ഒരു പരിപാടിയില്ല. ആ പ്രോൺസ് കറിയുടെ ഞാൻ വീഡിയോ ഞാൻ അത് എടുത്തില്ലല്ലോ എന്ന് ഞാൻ പിന്നെ ആലോചിച്ചു. കാരണം അത് ശരിയായില്ലെങ്കിലും അവന് വെറുതെ എടുക്കണ്ടല്ലോ. അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അത് പൊറോട്ടയുടെ കൂടിയും ചോറിന്റെ കൂടിയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ അതാണ്. കുറച്ച് എണ്ണ ഒഴിക്കാല്ലേ? ചെയ്യാറില്ല ആക്ച്വലി. ഇന്ന് എയർ ഫ്രയറിൽ വറക്കാനുള്ള സമയമല്ലേ. ഷാലോ ഫ്രൈ ചെയ്യാം നമുക്ക്, ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട്. ശരിക്കും ഫ്രൈ ചെയ്യുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല, ടേസ്റ്റ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം എണ്ണ നമ്മൾ അങ്ങനെ ഇപ്പൊ യൂസ് ചെയ്യണം കുറവാണ്, എന്നാലും വല്ലപ്പോഴൊക്കെ ആവാം. ഞാനിപ്പോ ഇതൊക്കെ എവിടെയെന്ന് ഇങ്ങനെ അന്വേഷിച്ചെടുക്കുക. ഇതാ മീൻ ഫ്രൈ ചെയ്യണ സാധനം കിട്ടിപ്പോയി. ഇതൊക്കെ വറുത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ കുടംപുളി ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കുറച്ച് സമയം വേണം. പ്രോൺസ് കറി ഞാൻ അതാ ചെയ്തിട്ടോ. ഉച്ചയ്ക്ക് ഉണ്ടാക്കി ചോറിന് കഴിച്ചു. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു രാത്രി വെള്ളപ്പത്തിന്റെ കൂടെ. കാരണം മീൻ കറി എപ്പോഴും ഒന്നെങ്കിൽ തലേ ദിവസം വെച്ചത് കഴിക്കണം, അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് രാത്രി കഴിക്കണം. കാരണം അതൊന്ന് പിടിക്കണം. അതിപ്പോ ചിക്കൻ ആണെങ്കിലും ഒരാൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുമ്പോൾ ശരിക്കും ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് വറുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ഫുൾ ബിസി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ കാര്യം കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചാൽ ഓണക്ക് വരില്ലേ. അപ്പോൾ കുറച്ച് കിടിലൻ ഓണത്തിൻ്റെ കളക്ഷൻസ് ഞാൻ വാങ്ങിയത് കാണിച്ചു തരാമെന്ന് വെച്ചു. എല്ലാതും ആമസോണിന്നാണ്. ഇപ്പം തന്നെ വേഗം കാണിച്ചു തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആമസോണിൻ്റെ ഗ്രേറ്റ് ഫ്രീഡം സെയിൽ നടക്കുകയാണ്. ആദ്യം തന്നെ ഓണത്തിന് പറ്റിയ ഒരു കിടിലൻ ഡ്രസ്സാണ് കേട്ടോ. ഒരു കുർത്ത സെറ്റ്, എംബ്രോയിഡഡ് പാനലായിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. ഇതിൽ നല്ല ഭംഗിയുള്ള എന്താ പറയുക ഫ്ലോറൽ വർക്കാണ് കേട്ടോ. ഫ്ലോറൽ എംബ്രോയിഡഡ് വർക്കാണ് വരുന്നത്. ആർക്കെങ്കിലും ഈ കസവിൻ്റെ സാരി അല്ലെങ്കിൽ എന്താ പറയുക കസവിൻ്റെ ചുരിദാറുകളൊന്നും വേണ്ട, ഒരു വെറൈറ്റി ആയിട്ടുള്ള വേണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഒരു ഫ്ലോറൽ വർക്കാണ് ഇവിടെ. ഒരു ലേസ് ഒക്കെ ഉണ്ട്. ഈ ഒരു കുർത്തയുടെ താഴെയും ലേസും കാര്യങ്ങളും ഉണ്ട്. പാൻറ്റിൻ്റെ അവിടെയും താഴെ ഒരു ചെറിയ ലേസ് വർക്കും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ഫ്രീഡം സെയിൽ ആയ കാരണം കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 1500 ബ്രാൻഡ്സ് 50 to 80% വരെ ഇതൊക്കെ ഉള്ള കാരണം നിങ്ങൾക്ക് എന്തായാലും നല്ല ലാഭത്തിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു ഓണം തീമുമായിട്ടാണ് മൊത്തം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ഒരു വാച്ചാണ്. ഇത് ചുംബക്കിൻ്റെ എൻ്റെ ഫേവറേറ്റ് വാച്ചാണ് കേട്ടോ. ഇതും ഒരു ഫ്ലോറൽ തീമിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് നല്ല മാച്ചാണ്. കാരണം ഇതൊരു ഫ്ലോറൽ തീമിൽ വരുന്ന ഡ്രസ്സ്, അതിന് വാച്ച് എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ വില കുറവാട്ടോ. ഈ വാച്ചൊക്കെ അധികം ഒരു 1000 റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാം. ഇതും ഗിഫ്റ്റ് ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ്. റോസ് ഗോൾഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സിന് നല്ല മാച്ചാണ്. അടുത്തത് ഒരു കിടിലൻ, കിട്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്ത് തുറക്കാനും പറ്റില്ലേ, ഒരു കിടിലൻ എന്താ പറയാ മാല, ഒരു ചെറിയൊരു പെൻഡന്റ്, ഒരു ഇൻവിസിബിൾ ചെയിനിൽ ഒരു പെൻഡന്റ്. ഇപ്പൊ ഇൻവിസിബിൾ ചെയിൻ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അയ്യോ, പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഒരു ഗിഫ്റ്റ് ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് ആരെങ്കിലും ബർത്ത്ഡേക്കോ അങ്ങനെയൊക്കെ. ഇപ്പൊ ഹസ്ബൻഡ്സിനാണെങ്കിൽ വൈഫിന്റെ പിറന്നാളിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാം. സ്വർണ്ണൊക്കെ ആകുമ്പോൾ ഭയങ്കര വിലയില്ല. ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ അധികം വിലയില്ല, നമ്മുടെ ബഡ്ജറ്റിലും നിൽക്കും.
അടുത്തതും അതെ, ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസ് ഗോൾഡ്. ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ നല്ല മാച്ചാട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ്. അയ്യോ എന്ത് രസമാണ് കാണാൻ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റോസ് ഗോൾഡ് വിത്ത് ഡയമണ്ടാന്നേ പറയുള്ളൂ. ഇതിന് വാറണ്ടി ഒക്കെ ഉണ്ട്, 6 months വാറണ്ടി ഉണ്ട്. പിന്നെ അതിലെ വാറണ്ടി കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു കൊടുത്താൽ ഇതിൻ്റെ കളർ പോവുകയാണെങ്കിൽ അത് അൺലിമിറ്റഡ് ആയിട്ട് ഇതൊക്കെ ചെയ്തുതരും, കളറിങ് ഒക്കെ അത് ചെയ്തുതരും. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്കും കുഴപ്പമില്ല, കാരണം വാറണ്ടി കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു തല്ലിപ്പോയി സാധനമല്ലല്ലോ നമുക്ക് ഗിഫ്റ്റ്. പിന്നെ അടുത്തത് ഒരു ഓണത്തിന് ഒരു ഫ്ലോറൽ തീം എന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ വൈറ്റ് കളർ തന്നെ വേണം എന്നില്ല, ഒരു പേസ്റ്റൽ കളറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഫ്ലോറൽ കുർത്ത സെറ്റാണ്. ഒരു വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡിൽ ഇവിടെ ഫുള്ള് ഭംഗിയുള്ള വൈറ്റ് ആൻഡ് പിങ്ക് എംബ്രോയിഡറി നെക്ക് കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോറൽ വർക്കാണ്. ഇതിൻ്റെ ദുപ്പട്ട അതെ ഫുള്ളിങ്ങനെ വർക്ക് വരുന്നതാണ് കേട്ടോ, നല്ല ഭംഗിയുടെ ഫുൾ ഒരു ഫ്ലോറൽ വർക്ക് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡ്. പാൻറ് ആണെങ്കിലും ഒരു പിങ്ക് കളറാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് പൊളിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാതും ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ പറഞ്ഞ ഗ്രേറ്റ് ഫ്രീഡം സെയിൽ നടക്കണ കാരണം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം തന്നെ വാങ്ങിച്ചോളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇത് വേഗം കാണിക്കാമെന്ന് വിചാരിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സെയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണത്തിനും അധികം സമയമില്ല. അപ്പോൾ എന്തായാലും ഈ ജ്വല്ലറിയും ആക്സസറീസൊക്കെ നിങ്ങൾക്കൊന്ന് വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ. ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇവരുടെ ഈ ഒരു കമ്പനിയുടെയൊക്കെ ആക്സസറീസ് എൻ്റെ കുറേ ഉണ്ട് അങ്ങനത്തെ സാധനങ്ങൾ. നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ പോവാം. നമ്മുടെ ചെടികളൊക്കെ എത്തി. നമ്മളെല്ലാ ചെടിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരത് വളവും ചട്ടിയിലൊക്കെ ആക്കിയിട്ടല്ലേ കൊണ്ടുവരിക. അപ്പോൾ ഇതായിപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ നല്ല ഫുഡൊക്കെ അടിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഇതേ നമ്മുടെ ചെടികളൊക്കെ എത്തി അല്ലേ. ഇനി ഇതിനൊരു സ്റ്റാൻഡ് വേണം കേട്ടോ. ഇത്രയാണ് സ്ഥലം, നമ്മുടെ ഓൾമോസ്റ്റ് ഫുള്ളായി. നമ്മൾ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതൊരു സ്റ്റാൻഡിന്റെ മേലെ വെക്കണം. അങ്ങനെ നിലത്ത് വെച്ചത് അടിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടാവേ. ഈ ഒരു ചെടി നോക്കൂ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നല്ല ഭംഗിയിലെ പുതിയത് വന്ന റെഡ് കളർ. നമ്മൾ പൂക്കളൊന്നും വാങ്ങിയിട്ടില്ല, കാരണം പൂക്കൾ നല്ല വെയിൽ വേണം. ഇതൊരിക്കലും ഡയറക്റ്റ് വെയിൽ അടിക്കില്ലല്ലോ ഇവിടെ. അപ്പോൾ പൂക്കൾ വെക്കണമെങ്കിൽ തന്നെ ബാൽക്കണിയിലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിയത് ഇൻഡോർ പ്ലാന്റ്സ് പോലത്തെ ചെടികളാണ്. അതെ, കുറച്ച് സൺലൈറ്റ് വേണം. എല്ലാം വേറെ വേറെ കളേഴ്സ് അങ്ങനെ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുള്ള ചെടികൾ. ഇതൊക്കെ ഒന്നുകൂടെ വളരും എന്നവർ പറഞ്ഞു. കുറച്ചും കൂടെ വലുതാവും. ഇത് കുറച്ച് വലുതാവുന്ന ടൈപ്പാണ് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ അത്ര വലുത് പറ്റില്ല, കാരണം ഞങ്ങൾ മുന്നേ വെച്ചത് കുറച്ച് വലുതായിരുന്നു. അത് ഇതിന് പറ്റണില്ല അത്രയും വലുതുള്ള ചെടികൾ. അപ്പോൾ പോയിട്ട് കുറച്ച് ചെറിയ ചെടികൾ വാങ്ങിച്ചു. ഇവിടെ അത് ഇനി നല്ലോണം വളരുന്ന ചെടികളാണ് വാങ്ങിച്ചത്. ഇത്രയും നമുക്ക് സ്ഥലമുള്ളൂ. ഇനി ഇതൊന്നും വേണമെങ്കിൽ നമുക്ക് അവിടെ വെക്കാം. ഇപ്പൊ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇതല്ലേ, എൻട്രൻസിന്റെ അവിടെ ഒരു സമാധാനമല്ലേ ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോ, ഒരു രസം. പിന്നെ ഇനി നമുക്ക് 3 ബാൽക്കണിയും കൂടെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ വെക്കുണ്ടാവില്ല. അത് നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ, നാട്ടിലൊക്കെ പോകുമ്പോഴേ ആ ബാൽക്കണിയിലൊക്കെ എന്ത് ചെയ്യും, എല്ലാം കൊണ്ട് ഇവിടെ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇതിൻ്റെ മേലെയും കൂടെ വെക്കണം എന്നുണ്ട് കേട്ടോ. ഷൂ സ്റ്റാൻഡിൻ്റെ മേലെ മറ്റേ സക്സുലൻസ് അല്ലേ, കുഞ്ഞു ചെടികൾ, അത് വെക്കണമെന്നുണ്ട്. നമ്മുടെ മണി പ്ലാന്റ് ശരിയാവണില്ലേ, കാരണം എന്താ പറയുക, അതിൻ്റെ വെളിച്ചം ലൈറ്റ് ഇവിടെ അല്ലേ, അത് ഒടുങ്ങി അങ്ങോട്ട് എത്താറായി. അപ്പൊ അതായത് ഇൻഡോർ പ്ലാന്റിന് ഒട്ടും ലൈറ്റ് ഇല്ലാത്ത സ്ഥലമാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്, സൺലൈറ്റ്. അപ്പോൾ അത് മണി പ്ലാന്റ് ശരിയാവില്ല. അപ്പോൾ അതിന് കുഞ്ഞേ ഇതില്ലേ, അത് വെക്കണം. അതും കൂടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ഏരിയ നല്ല രസമുണ്ടാവില്ല. ആദ്യം ഇവിടെ ഒരു വലിയ സ്റ്റാൻഡ് വയ്ക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ പിന്നെ ഭംഗി പോകും. ഒരു സ്റ്റാൻഡ് വലുത് വെച്ചാൽ ഇത്രയും വലിയ ചെടികൾ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഭംഗി പോകുന്ന സ്റ്റാൻഡിലേക്ക് പോകും. വലിയ ചെടി വെക്കാനും പറ്റില്ല, സ്റ്റാൻഡില് അത് വെക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഷെഡിനോട് ഇതൊക്കെ എന്നോട് വലുതായ പിന്നെ ഇതൊരു കാട് പോലെ പോകുന്നു. അപ്പൊ ഇതൊക്കെ വലുതാവുന്ന ചെടികളാണ്. അപ്പൊ കാട് പോലെ ഒരു ഫീല് വീട്ടിലേക്ക് കിടക്കുമ്പോ തന്നെ ഒരു. പിന്നെ ഇതിൽ ഏതോ ഒന്ന് പറഞ്ഞോ മറ്റേ ഒരു ഇതൊക്കെ എയർ പ്യൂരിഫയർ. എയർ പ്യൂരിഫയറിന്റെ ചൈനാഡോളോ എന്തോ പറഞ്ഞു. ഇത് ഞാൻ പെട്ടെന്ന് നമ്മുടെ മുല്ലയുടെയൊക്കെ ഇതുപോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. എയർ പ്യൂരിഫയർ അത്ര. ഇത് വീട്ടിന്റെ ഉള്ളിൽ വെക്കാം. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. എല്ലാം ഒന്ന് പിടിച്ചു കിട്ടണം. ആ ഒരു ഫസ്റ്റ് പീരീഡ് അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ പിടിച്ചു. ഫസ്റ്റത്തെ ഇതൊക്കെ ഭയങ്കര ഉഷാറായി, അടിപൊളിയായി. പിന്നെ ഇവിടെ പേടിക്കാൻ വലുതായി. ഇതൊക്കെ നല്ല വലുതായി. മുകളിലെത്തി. ഇതൊന്നും പിന്നെ പേടിക്കാല്ലേ. അതായത് ഇവിടെ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടി വാടിപ്പോവില്ല. എന്നാൽ ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടും താനും.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ പൂക്കളാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് പരിചരിക്കാൻ. കാരണം പൂക്കൾ ഒരു സീസൺ കഴിഞ്ഞാൽ അത് പോവും. അതിന് നല്ലോണം നോക്കണം, അതിന് നല്ല വെയിൽ വേണം. നമുക്കിവിടെ നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷെ അതിനെ നോക്കാന്നുള്ള ഒരു റിസ്കിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. രമേശേട്ടന് ഒരുപാട് പൂക്കൾ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഫേവറേറ്റ് ചെടി പൂക്കളുടെ സന്തോഷത്തിൽ ഞാൻ നമുക്ക് തീർക്കാം. ഭയങ്കര ഒരു റെഡ് അല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആക്ച്വലി പൂക്കളെ പോലെ തന്നെ ഭംഗിയാണ് ചെടികൾക്കും. ഈ ചെടികളൊക്കെ വീട്ടിലുള്ളതാ സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ഇതിന് പകുതി ചെടി ഇത് നാട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. ഇത്ര നന്നായി പിടിച്ചു ഇത് അല്ലേ. അച്ഛൻ നാട്ടിൽ നിന്ന് വരുമ്പോ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുവന്ന് വെച്ചതാണ്. വേറെയും കുറെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്റെ നോട്ടത്തിന്റെ ഗുണം കൊണ്ട് എല്ലാം അവിടുന്ന് പോയി. അതിൽ 2 കമ്പ് കിട്ടിയത് ഇത് മാത്രമായിരുന്നു. ഇപ്പൊ അതിനൊരു ക്രേസ് ഇനി അത് അങ്ങനെയല്ല. അത് അന്ന് പക്ഷെ ഗാർഡനിങ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ചുമ്മാ അച്ഛൻ വരുമ്പോ എല്ലാ വർഷം കുറെ എന്തൊക്കെയോ മണ്ണും അതൊക്കെ വാങ്ങിയതിടും. ഇപ്പൊ സീരിയസ് ആയിട്ടാണ്. ഇപ്പൊ നമുക്കൊരു സ്വന്തം ഒരു ഇതായല്ലോ. ഇപ്പൊ എന്താ വെച്ചാ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ പിന്നെ അത് നോക്കിയാ പറ്റും. ചെടികളുടെ ഒക്കെ വില സത്യം നമുക്ക് അവിടെ നിന്നൊക്കെ പറിച്ചുകൊണ്ടിരാണ് നല്ല പരിപാടി. ഇതിന് ഞങ്ങൾ വിചാരിക്കേണ്ട ഒരു വാഴയും കൂടെ വെക്കാൻ. ഈ ഒരു സാധനത്തിന്റെ വലിയ ഒരു വലുത്, അതായത് സ്വപ്നയുടെ അത്രത്തോളം ഹൈറ്റ് ഉള്ളത് ഞങ്ങള് ഒരു മോളില് കണ്ടിട്ട് അവരോട് വില വെച്ചപ്പോ എത്ര പറഞ്ഞു? 10,000. അത് പക്ഷെ മോളില് ഭയങ്കര റേറ്റ് ഡിഫറൻസ് ഉണ്ട്, ഭയങ്കര വില വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് വാങ്ങുമ്പോ അത്ര വില ഉണ്ടാവില്ല. നമുക്ക് ഓക്കെ നമ്മുടെ റീസണബിൾ റേറ്റിൽ കിട്ടും. 10,000 പിന്നെ ഒന്ന് 18,000 എന്താണ് ആ ചെടി ചോദിച്ചാൽ അറിയില്ല കേട്ടോ. പിന്നെ അതൊക്കെ അതുപോലെ നോക്കും വേണ്ട, അല്ലെങ്കിൽ നമ്മൾ നെയ്യത്തെ അടിച്ചിരുന്ന കാര്യം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ ഒന്നും വാങ്ങിയില്ല. 18,000 കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ ചോട്ടിൽ തന്നെ കിടന്ന കറിയുണ്ടായിരുന്നു. സത്യം. അപ്പൊ അതൊക്കെ പിന്നെ അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ചെടി നന്നായി നോക്കുന്ന ഫുൾ ടൈം ചെടിക്ക് ആളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഓക്കെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ബാൽക്കണിയിൽ ഞങ്ങളൊരു വാഴ നട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞു ഇതുപോലത്തെ ഒരു വാഴ നമ്മുടെ വാഴന്റെ അട ഉണ്ടാക്കാനും ചക്കപ്പ ഉണ്ടാക്കാനും ഒരു വാഴ അത് നമ്മുടെ അവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് നന്നായി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു ബാൽക്കണിയിൽ വെറും വാഴ മാത്രം വെക്കണം. ഒരു ഇലക്കൊന്ന് മുറിക്കാൻ. ഞാൻ ഇപ്പൊ കരിവേപ്പിന്റെ ഇല വെച്ചിട്ടുണ്ട്. തുളസി നമ്മൾ 2ാമത് വെച്ചു. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പിന്നെ കുറച്ച് കപ്പ നടാം, എല്ലാം ചെയ്യാം. പച്ചമുളക് ഉണ്ടെങ്കിൽ നന്നായി. പച്ചമുളക്, തക്കാളി, ചീരക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ചീര അത് ഇനി നോക്കട്ടെ നെക്സ്റ്റ്. അത് അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴേ പറ്റുള്ളൂ. അച്ഛനാണ് അത് ചീരൊക്കെ വിത്തൊക്കെ പിന്നെ പച്ചക്കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കി തുടങ്ങാം. പിന്നെ അതെ, കുറച്ചും കൂടെ സ്പേസ് അവിടുന്ന് അറ്റം മുതൽ ഇങ്ങനെ തുടങ്ങാം. ആ അറ്റം മുതൽ ഇങ്ങനെ ആൾക്കാരോട് കടന്നു പോരുത്, ഞങ്ങളുടെ ഗാർഡനാണ്, നിങ്ങൾക്കാണെങ്കിൽ അപ്പുറത്തും കൂടെ ചാടി വരാറ് മൊത്തം ഇവിടെ പരിപാടിയാക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അതെ, അതുകൊണ്ട് ഒരു ഹാപ്പി. നമുക്ക് നേരെ ജിമ്മിൽ പോകാല്ലോ. ഉറങ്ങി എണീറ്റ് ജിമ്മിലോട്ട് ഡ്രസ്സൊക്കെ മാറ്റി ജിമ്മ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സാറ്റർഡേ സൺഡേസ് എല്ലാവരും ഇങ്ങനെ ചോദിക്കും വ്ളോഗ്. ശരിക്കും പറഞ്ഞാൽ ലോങ് വീഡിയോസ് അങ്ങനെ ഇടാത്ത പോലെ ഇപ്പം ഞങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ചെടിയിൽ മാത്രമാണ്. കാരണം നമ്മളങ്ങനെ പുറത്തില്ലേ ഔട്ടിങ് തന്നെ സത്യം പറഞ്ഞാൽ നിമിഷം പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പൊക്കെ പോയാലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അനങ്ങാൻ നിവൃത്തിയില്ല. ശനിയും ഞായറും കുട്ടിക്ക് ട്യൂഷൻ ഉണ്ട്, എക്സാം ഉണ്ട്. അടുത്ത മാസം മെയിൻ എക്സാമാണ്. പിന്നെ 9th ആണ്. ഒരു ദിവസം പോലും ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ശരിക്കും ലോക്കായ ഒരു അവസ്ഥയാണ്. ഞങ്ങളുടെയൊക്കെ ഒരു മൺസൂൺ ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. മൺസൂൺ പോട്ടെ, ഞാൻ ഈ കാർഗർ വാട്ടർഫോൾ കണ്ടിട്ടില്ലേ ഇപ്രാവശ്യം. അതാണ് മൺസൂൺ വേണ്ട, ഈ കാർഗറിലെ വാട്ടർഫോൾ പോലും ഞാൻ കണ്ടിട്ടില്ല. മിത്തുകുട്ടീനോ നമുക്ക് അവളില്ലാതെ നമുക്ക് 2-3 ദിവസം ട്രിപ്പൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ എല്ലാ ശനി ഞായറും ട്യൂഷനുണ്ട്, അതുണ്ട്, ഈ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് ഉണ്ട്. അപ്പോൾ എന്നും കൊണ്ടുപോകണം. ശനിയാഴ്ച സ്കൂൾ ഉണ്ടാവും, PTM ഉണ്ടാവും. ശരിക്കും ലോക്കാണ്. അപ്പോൾ രമേശേട്ടൻ കണ്ടെത്തിയ ഒരു വഴിയാണ് എന്ത്, എന്താ കുറച്ച് ഗാർഡനിങ് ആവാം. പണ്ടാകുമ്പോൾ ഇങ്ങനെ ഗാർഡനിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല, കാരണം നമുക്ക് എന്നും ഓരോ സ്ഥലത്തേക്ക് പോകലായിരിക്കും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാൻ രമേശേട്ടനോട് പറയുന്നത് ഇപ്പം അങ്ങനത്തെ പോക്കൊന്നും ഇല്ല അല്ലേ. കംപ്ലീറ്റ് കുട്ടികൾ 9th ഉം 10th ഉം. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഇത് പിന്നെ ഒരു ശീലമായിക്കോളൂ. ഇനി 11th 12th പിന്നെ ഡിഗ്രിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പം അതാണ് നമ്മുടെ പുറത്തേക്കൊന്നും പോക്കില്ല. മാക്സിമം ഇവിടെയൊക്കെ തന്നെ നമ്മുടെ കടന്ന് കറങ്ങലാണ് നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് എന്താ ഈ ജിം തന്നെ സാറ്റർഡേ ജിം സൺഡേ ജിം ഇന്നും ജിം. അല്ല അതുകൊണ്ട് അത് നടക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ജിമ്മ് പോകും, 2 ദിവസം പുറത്ത് പോകും, അവിടെ പോയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കും, വായിച്ചു വന്നപ്പോൾ ഫുഡ് കഴിച്ചാൽ പിന്നെ പണി കഴിഞ്ഞു. പിന്നെ സാറ്റർഡേ സൺഡേ ഇവിടെ ഉണ്ടാവാറേ ഇല്ല. ഇപ്പൊ സാറ്റർഡേ സൺഡേ എന്നും മുടങ്ങാതെ ജിമ്മ് പോകുന്നുണ്ട്. കാരണം എന്താ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ പിന്നെ ജിമ്മെങ്കിൽ ജിമ്മ് എന്ന് വിചാരിച്ചാൽ അവിടെ പോയി 2 മണിക്കൂർ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് അല്ലേ. ഞാൻ പോട്ടെ ജിമ്മില്. ശനിക്കായറാകുമ്പോ ഭയങ്കര ക്ഷീണാണ്. ഭക്ഷണമൊക്കെ ചോറും ഇതൊക്കെ അല്ലേ. ബാക്കിയുള്ള മൺഡേ ടു ഫ്രൈഡേ അങ്ങനെ ചോറൊന്നും കഴിക്കില്ല. രാവിലെ ഓട്സ്, ഉച്ചയ്ക്ക് ചപ്പാത്തി. സാറ്റർഡേ പിന്നെ ഞാൻ ചോറ് കഴിക്കും, മീന്, പിന്നെ രാവിലെ ആണെങ്കിൽ വല്ല വെള്ളപ്പോ ദോശയോ അതൊക്കെ കഴിക്കും. അപ്പോൾ സാറ്റർഡേ ഒരു ചെറിയൊരു ക്ഷീണം നമുക്ക് വരും. പിന്നെ നന്നായിട്ട് അങ്ങോട്ട് കടന്നുറങ്ങും ഉച്ചയ്ക്ക്. ബാക്കിയുള്ള ദിവസം ഒന്നും അതിനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എണീക്കുമ്പോൾ ഒരു ഇപ്പൊ ഇവിടെ സൗണ്ട് കേൾക്കണ്ടോന്ന് അറിയില്ല. പിന്നിലെ ഗണപതി ആവാറായി. ഈ ഗണപതിയുടെ വ്ളോഗെങ്കിലും കിട്ടിയാൽ മതിയിരുന്നു. ഇവിടെ ഫുൾ ഗണപതി. അത് നമുക്ക് ഒരു ദിവസം പോണട്ടോ അത് നോക്കാനൊക്കെ. അപ്പോൾ അതിന്റെ കൊട്ടും പാട്ടൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. ഗണപതി ഇങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് ആഘോഷങ്ങളായി. അപ്പൊ അതൊന്നും അങ്ങനെ നമുക്ക് അങ്ങോട്ട് എന്താ പറയുക എടുക്കാനൊന്നും ഉള്ള അങ്ങനെ ഒരു ട്രിപ്പും ഒന്നും ഇല്ല. കുറേ ദിവസമായി പ്ലാൻ ചെയ്യണോ, നടക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ. കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ വീക്കെൻഡിലെ വൈകുന്നേരങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. രംഷേട്ടൻ സ്ഥിരമാണ്. പക്ഷേ ഇതൊരു ഭയങ്കര ഹാപ്പിനെസ് തരുന്നതാണ്. എന്തായാലും നമുക്കങ്ങനെ പുറത്ത് പോവുക, കുറേ ഔട്ടിങ് പരിപാടികളൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യണം. ഇനി വീട്ടിൽ പോയി സിനിമ കാണുക. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുട്ടി വീക്കെൻഡ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.